എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തായ്ലാൻഡിലുള്ള ബെസ്റ്റ് ഹോട്ടൽസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണ് പോരായ്മകൾ, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ, അതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഫുള്ളായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. മാത്രമല്ല ഞങ്ങളുടെ മുൻപത്തെ തായ്ലൻഡിൻ്റെ വീഡിയോസും എല്ലാവരും കാണണം. തായ്ലൻഡിനെ കുറിച്ചിട്ടുള്ളത് ഫുള്ളായിട്ടുള്ളൊരു ഗൈഡ്, എങ്ങനെയൊക്കെ രീതിയിൽ തായ്ലൻഡിൽ എത്താം എന്നുള്ള കാര്യങ്ങളും തായ്ലൻഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫുഡ്, അക്കോമഡേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ തന്നെ ബാങ്കോക്കിൽ നമുക്ക് എവിടെയെല്ലാം കാണാം, കറങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് പട്ടായയിൽ എവിടെയെല്ലാം പോകാം, കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളും. അതുകൂടാതെ ഫുക്കറ്റിൻ്റെ നമ്മൾ പിന്നെ ഓരോരോ പ്ലേസസ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകളെല്ലാതും കാണണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈക്കും അതുപോലെ ഷെയറും ഒരു ചെറിയ കമൻറ്റും ഒക്കെ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ എല്ലാ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് കമൻറ്റെല്ലാം നൽകി എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഏതാന്ന് വെച്ചാൽ നമ്മൾ ബാങ്കോക്കിൽ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. ഹോട്ടലിൻ്റെ പേരാണ് ബെർക്കലി ഹോട്ടൽ പ്രറ്റ്നാം. ബാങ്കോക്കിൽ പ്രറ്റ്നാം ഏരിയയിലുള്ള ബെർക്കലി ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഗ്രേറ്റ് ലൊക്കേഷൻ നമുക്കറിയാം. അതായത് ഈ ഹോട്ടൽ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ഓഫ് ദ ബാങ്കോക്ക് ആണെന്ന് പറയാം. അത്രയും മറ്റു ഓരോ പ്ലേസസിലേക്കും ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ ഹോട്ടലിൻ്റെ. ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. ഞങ്ങൾ സാധാരണ രീതിയിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അഗോഡ അല്ലെങ്കിൽ booking.com, പിന്നെ നമ്മൾ ഹോട്ടലിൻ്റെ വെബ്സൈറ്റ് നോക്കും. ഈ 3 രീതിയിലാണ് ബുക്ക് ചെയ്യാറ്. നെറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മേക്ക് മൈ ട്രിപ്പ്, ക്ലിക്ക് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈറ്റുകൾ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എല്ലായിടത്തും നോക്കുക, റിവ്യൂസ് നോക്കുക, അതിൽ ഏറ്റവും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ അഗോഡ, booking.com അത് രണ്ടും വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ വെബ്സൈറ്റും കൂടെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ട്രിപ്പ് എന്നാണോ പോകുന്നത് അതിനൊരു 1 വീക്കോ അങ്ങനെയൊന്നും പോയി നോക്കാതെ കുറച്ച് നേരത്തെ തന്നെ ഹോട്ടൽ എപ്പോഴും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടിലേക്ക് ആയാലും റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ചെയ്ത് നമുക്ക് അത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് എങ്ങനെ പറ്റും അതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല നമ്മളിപ്പോൾ അടുത്തടുത്തായിട്ടുള്ള ഡേറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരു 98% നമുക്ക് ഹൈ റേറ്റിൽ തന്നെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പം ഞങ്ങൾ സാധാരണ രീതിയിൽ ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ ക്യാൻസലേഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ നൈറ്റിലൊക്കെ ചില സമയങ്ങളിലൊക്കെ വീക്കെൻഡുകളിൽ ഈ ഹോട്ടലിൽ നന്നായിട്ട് ഓഫർ റേറ്റുകൾ വരും, ആ സെയിൽസ് വരാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് മിഡ് നൈറ്റൊക്കെ നോക്കുമ്പോൾ ഈ 12 AM 2 AM അതൊക്കെ നോക്കണ സമയത്ത് ഇതുപോലെ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് കാണും. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ടാണ് ബുക്ക് ചെയ്യുക. ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലാണ്, നല്ല റേറ്റുള്ള ഹോട്ടലാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ല റേറ്റ് കുറവിലാണ് അത് കിട്ടിയത്. കുറവിൽ കിട്ടാൻ കാരണം എന്ന് പറയുന്നത് നമ്മളത് ഓഫർ നോക്കി ഇരുന്ന് അങ്ങനെ നമ്മൾ എടുത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ റൂംസ് എല്ലാം വെരി സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്ത റൂം കണക്റ്റിംഗ് റൂം ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരു റൂമാണ് അതിൽ എടുത്തിരുന്നത് കേട്ടോ. അവിടുന്ന് കണക്ഷൻ ആയിട്ടുള്ളത് അവർ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എങ്കിൽ കൂടി റൂംസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു, വെരി ക്ലീൻ ആൻഡ് ടൈഡി ആയിരുന്നു. അതുപോലെ തന്നെ വാഷ്റൂംസ് ആണെങ്കിലും ബാത്ത് ഏരിയ ഒക്കെ സെപ്പറേറ്റഡ് ആക്കി തിരിച്ച് അങ്ങനെ അതിലൊക്കെ നമുക്ക് ഫുൾ മാർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ക്ലീനിങ് ആണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത്രയും നല്ലൊരു ഒരു സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് മെനു ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. മെയിൻ കോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെല്ലാ അതുകൊണ്ടാണെങ്കിലും സാലഡ്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും വട്ടവർ ഇതിനകത്തുള്ളത് എല്ലാതും ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈവൻ ഇന്ത്യൻ ഫുഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഫുഡ്സ് ആണെങ്കിലും ഏത് രീതിയിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ള വെറൈറ്റി ഉള്ള നല്ല ഒരു അടിപൊളി
അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം ഇവിടെ റൂമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് കൂടിയായിട്ടുള്ള റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമായിട്ട് വരത്തില്ല. പിന്നെ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ബാങ്കോക്കിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ കയറിയിരിക്കുകയാണ് ഈ ഹോട്ടൽ നമുക്ക് പറയാം. ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ മാളുകളാകട്ടെ, അതുപോലെ ഇപ്പോൾ നമുക്ക് ഷോപ്പിംഗ് സെൻറ്ററുകൾ, വലിയ വലിയ മാളാണെങ്കിലും ചെറിയ മാളുകളിലേക്കും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണെങ്കിൽ ചെറിയൊരു മാർക്കറ്റ്, പ്രറ്റ്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. പിന്നെ കുറച്ചങ്ങ് പോവുകയാണെങ്കിൽ ആ പ്രറ്റ്ന മാർക്കറ്റിൻ്റെ ഏരിയ കൂടെ തന്നെ പോയിട്ട് നമ്മൾ ഡൗണിലോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ഇന്ത്യൻ ഫുഡൊക്കെ ഉള്ള ബഫറ്റൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ചെറിയൊരു മാർക്കറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അത് അണ്ടർ മാർക്കറ്റായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയും എന്താ പറയുക, എല്ലായിടത്തേക്കും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്, നടന്നു പോകാനുള്ള ദൂരം തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ അട്രാക്ഷൻ കാണാനാണെങ്കിലും ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ വളരെ ഈസിലി ആക്സസ് ആയിട്ടുള്ള സംഭവങ്ങളാണുള്ളത്. അപ്പം ശരിക്കും നല്ലൊരു ഹോട്ടൽ തന്നെയാണിത്. നിങ്ങൾ ഈ ഹോട്ടൽ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തന്നെ മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഐറ്റിനറി പ്രകാരം ഞങ്ങൾ പട്ടായയിൽ ജസ്റ്റ് പോയി കണ്ടുവരാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കോക്കിൽ കൂടുതൽ എടുത്തു. പക്ഷേ പിന്നെയാണ് പട്ടായയിലും കാണാനുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഇവിടുന്ന് ദിവസങ്ങൾ കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് പട്ടായയിലേക്ക് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ബാങ്കോക്കിൽ സ്ഥലങ്ങൾ തന്നെ കാണാനായിട്ട് നമുക്ക് സമയം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോട്ടൽ അധികം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ബാങ്കോക്കിൽ വരാണെങ്കിൽ ബാങ്കോക്കിൽ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഈവൻ പട്ടായയിലാണെങ്കിലും കാണാൻ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടലും ശരിക്കും നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതായത് ഇപ്പോൾ ഫിറ്റ്നസ് സെൻറ്റർ ആണെങ്കിലും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് അവിടേക്കൊന്നും പോകാൻ പോലും സാധിച്ചില്ല. ഇവിടെ നമുക്ക് ടൈം ഉണ്ടായില്ല, കാരണം ഞങ്ങൾ അട്രാക്ഷൻ കാണാനുള്ള ആ ഒരു ധൃതിയിലായിരുന്നു. അപ്പം നമ്മളധികം ഇവിടെ ഹോട്ടൽ അധികം നമ്മൾ ഒത്തിരി അങ്ങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടും ഇതൊരു ഹോട്ടൽ സ്റ്റേ ചെയ്ത് ഹോട്ടൽ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളുടെ ഐറ്റിനറിയിൽ കുറച്ചും കൂടി ദിവസമൊക്കെ ഉൾപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കാം. പിന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എയർപോർട്ട് സർവീസ്, എയർപോർട്ട് ട്രാൻസ്ഫർ അത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷട്ടിൽ സർവീസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിറ്റ്നസ് സെൻറ്റർ ആണെങ്കിലും അതുപോലെ എന്താ പറയുക സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും പിന്നെ പലതരത്തിലുള്ള സ്പാ ആണെങ്കിലും അങ്ങനെ ഒരുപാട് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് നമ്മൾ മടുത്തു പോവില്ല, അത്രയും നല്ലൊരു ഹോട്ടൽ തന്നെയാണിത്. പിന്നെ എന്താ പറയുക, ഒരുപാട് നാൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഡ്രൈ ക്ലീനിങ് പോലെ കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ വേറൊരു കുഴപ്പവും ഈ ഹോട്ടലിൽ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ റൂമാണെങ്കിലും സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു. എല്ലാം കൊണ്ടും നല്ല രസകരമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്റ്റേ തന്നെയായിരുന്നു നമുക്ക് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. അടുത്തായിട്ട് നമ്മൾ ഫുക്കറ്റിൽ താമസിച്ച ഹോട്ടലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗ്രേസ് പട്ടോങ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഈ ഹോട്ടലിലും ഞങ്ങൾ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. നല്ലൊരു ഹോട്ടലാണിത്. ഇവിടുത്തെ എന്താ പറയുക, ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു സ്റ്റാഫാണ്, ഫ്രണ്ട്ലി സ്റ്റാഫാണ് ഇവിടെ. പിന്നെ ഈ കാണുന്ന 2 റൂംസ് 218ഉം 219ഉം, ഇത് 2 റൂം എന്ന് വെച്ചാൽ ഇത് ഇൻറ്റേർണലി ഇത് കണക്റ്റഡ് റൂംസ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഓടിക്കളിക്കാനും ഒക്കെയുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങളായിരുന്നു. പിന്നെ 2 റൂമിനും 2 വാഷ്റൂമും ഉണ്ടായിരുന്നു. റൂമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിരുന്നു, കുഴപ്പമില്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളും കബോർഡ് കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ബെഡാണെങ്കിലും നല്ല വലിയ കിങ് ബെഡ് തന്നെയായിരുന്നു ആയിരുന്നത് 2 റൂമിനകത്തും. അപ്പം നല്ലൊരു റൂം തന്നെയായിരുന്നു ഇവിടെ നിന്ന്. ഈ ഒരു റൂം നേരത്തെ വാഷ്റൂം കണ്ട് ഈ റൂം കണ്ടോ, ഈ ഒരു ഡോറിൽ കൂടെ അങ്ങോട്ടേക്ക് ലെഫ്റ്റിലോട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് അത് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതൊരു ഇവിടെ കുട്ടികൾ കളിക്കായിരുന്നു. അവിടെ എന്താ പറയുക, ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരതിനകത്ത്. മെയിനായിട്ട് അവരുടെ മെയിൻ വിനോദം ഇവിടെ അത് തന്നെയായിരുന്നു. പിന്നെ ഇത് തൊട്ടപ്പുറത്തുള്ള റൂമാണ് ഈ കാണുന്നത്. ഇവിടെയാണെങ്കിലും നല്ല വലിയൊരു ബെഡും കിങ് സൈസിലുള്ളൊരു ബെഡും അതുപോലെ തന്നെ 2 റൂമിലും TV ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ചെറിയൊരു ടേബിളും ചെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 സ്റ്റാർ ഹോട്ടലാണിത്. 4.3 ആണ് അവർ പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത സാധാരണ രീതിയിലൊരു ഹോട്ടൽ തന്നെ പറയാം. ഈ റൂമിനാണെങ്കിലും ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ
ഈ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാണുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയ വ്യൂസ് ഇതാണ് കേട്ടോ. കുറച്ച് കുന്ന് പോലെ അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു മരങ്ങളും അങ്ങനെ ചെറിയ 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 വീടുകളൊക്കെ പോലെ അങ്ങനെ കണ്ടത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു എല്ലായ്പ്പോഴും. അത്ര അങ്ങോട്ട് റഷായിട്ട് ഉണ്ടായിരുന്നില്ല. അവർ ടൈം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ ആയിട്ടാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂമാണ് ഇവിടെയും നമ്മൾ എടുത്തത്. ഇവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് നമ്മൾ മുന്നേ കണ്ട ഹോട്ടലിൽ അത്ര അങ്ങോട്ട് ആർഭാടായിട്ടില്ലെങ്കിലും ആവശ്യത്തിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. ഇവിടെയും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലൊക്കെ ഉള്ളിടത്തും നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫാണ് ഫ്രണ്ട്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഫ്രണ്ട്ലി സ്റ്റാഫ് നമുക്ക് പറയാം. അതുപോലെ ഇവിടെ ഇരിക്കുന്നത് പാൻ കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി, സൈഡിൽ കൂടെ പാൻ കേക്ക് വരും, അങ്ങനത്തെയാണ്. പിന്നെ ഇതാണ് മെയിൻ കോഴ്സൊക്കെ. എന്താ പറയുക, ഫ്രൈഡ് റൈസ് അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്, നൂഡിൽസ്, പാസ്ത അങ്ങനെയൊക്കെ കണ്ട്, സോസേജ് ഇങ്ങനെയൊക്കെ ഒരുപാട് കുറച്ചധികം ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മെനു ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഹോട്ടലിനെ കുറിച്ച് റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൽ ഒക്കെ ഒരു ചെറുതായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾ പറയുന്ന പോലെ കണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ചെറിയൊരു പേടിയോടുകൂടിയാണ് നമ്മളിത് എടുത്തത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. റേറ്റ് കുറവിൽ നമ്മൾ ഓഫറൊക്കെ നോക്കി തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളതുപോലെ ഇപ്പോൾ ഷീറ്റോ അങ്ങനെ മാറ്റേണ്ട അവസ്ഥയൊക്കെ വരാണെങ്കിൽ അവർ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവരതെല്ലാം മാറ്റി തരുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇടിവെട്ട് ലൊക്കേഷൻ തന്നെ നമുക്ക് പറയാം. എന്താ പറയുക, ഒരുമാതിരി എല്ലാ അട്രാക്ഷനിലേക്കും അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണിത്. മാത്രമല്ല ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റിലേക്കും പട്ടോങ് ബീച്ച്, അതുപോലെ എന്താ പറയുക, അങ്ങനെ ഒരുമാതിരി അടുത്തടുത്താണ് ലൊക്കേഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ഇപ്പം ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിലും ഏകദേശം ഒരു 1 hour അത്രയൊക്കെയാണ് ഇവിടുന്ന് എന്താ പറയുക ദൂരം എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പം ലൊക്കേഷൻ ആണെങ്കിലും നല്ല അടിപൊളി ലൊക്കേഷനാണ്. സ്റ്റാഫാണെങ്കിലും നല്ല സ്റ്റാഫാണ്. നമുക്ക് റേറ്റ് കൊണ്ടാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ഇവിടെ ലോണ്ട്രിയും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയായിട്ട് ഫിറ്റ്നസ് സെൻറ്ററും പിന്നെ സ്വിമ്മിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് അവിടെ തന്നെ ബാൽക്കണി ഉണ്ട്. മാത്രമല്ല അത് തുണി ഇടാനായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ വലിയ കട്ടുകൂടിയ തുണികളൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക്, നമ്മുടെ ജാക്കറ്റ്, അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ലോണ്ട്രിയിലും കൊടുത്തായിരുന്നു. അതും വലിയ കുഴപ്പമില്ലാണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവരതും ചെയ്തു തന്നായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു ഹോട്ടലാണ്. അടുത്തായിട്ട് നമ്മളിത് പട്ടായയിൽ താമസിച്ചത് ഈ ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേരാണ് ഗ്ലോ പട്ടായ. അടിപൊളി നല്ലൊരു ഹോട്ടലാണ്, 4 star ഹോട്ടലാണ്. മാത്രമല്ല ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണെങ്കിലും പട്ടായ ബീച്ച് ആണെങ്കിലും അതൊക്കെ വളരെ അടുത്തടുത്ത് തന്നെയാണ്. അതുമാത്രമല്ല അതായത് ഒരു 30 minutes അത്രയ്ക്ക് ദൂരമുള്ളൂ. പിന്നെ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഒരു 1.5 hour, ഒരു 2 hours നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കും. നല്ലൊരു ഹോട്ടലാണ്. ക്ലീനിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഈ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ പട്ടായയെ കുറിച്ചിട്ടുള്ള വ്ളോഗിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം റൂംസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. അത് നിങ്ങൾ ആ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കാണുകയാണെങ്കിൽ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ഒരു ലൈക്കും കമൻറ്റും അതുപോലെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.